അമേരിക്കയും ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം മുറുകുമ്പോൾ ഇപ്പോൾ 155% ടാക്സ് തീരുവയാണ് ഇപ്പോൾ ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇതോടുകൂടി വ്യാപാര യുദ്ധം മുറുകുകയാണ്. നയതന്ത്ര തലത്തിൽ പോലും ചർച്ച ചെയ്ത് പരിഹരിക്കാനാകാത്ത വിധം അമേരിക്കയും ചൈനയും അകന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതോടെ വെട്ടിലായിരിക്കുന്ന ചൈനയിലെ കമ്പനികളാണ്. അവർ അമേരിക്കയ്ക്കും മറ്റുമായി ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ എങ്ങനെ വിറ്റഴിക്കണമെന്ന് അറിയാത്ത സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് അവർ പുതിയൊരു ടെക്നിക്കുമായി രംഗത്തെത്തുന്നത്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 5% മുതൽ 10% വരെ ഡിസ്കൗണ്ടിൽ ഇന്ത്യൻ കമ്പനികൾക്ക് അത് നൽകാനുള്ള നീക്കത്തിലാണ് അവർ. ഏതായാലും ഇന്ത്യൻ കമ്പനികൾ പുതിയൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ചൈനയിൽ നിന്ന് എത്ര ഡിസ്കൗണ്ടാണോ ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടുന്നത്, ആ ഡിസ്കൗണ്ടിൻ്റെ ഒരു ഭാഗം ഉപഭോക്താക്കൾക്ക് നൽകാൻ ഇന്ത്യൻ കമ്പനികളും കൂടി തീരുമാനിച്ചതോടെ ഫ്രിഡ്ജ്, AC, TV, അതുപോലെ തന്നെ ഈ സെൽഫോണുകൾ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ എന്നിവയ്ക്കെല്ലാം വലിയ രീതിയിൽ വില കുറയും എന്ന് തന്നെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് വരുന്ന ഈ സാമ്പത്തികമായിട്ടുള്ള മാധ്യമങ്ങളിലും മറ്റും പറയുന്നത്. ഇത്തരത്തിൽ വരുമ്പോൾ അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വിറ്റഴിക്കാൻ കഴിയുമെന്ന് ചൈനീസ് കമ്പനികൾ കരുതുന്നു. കാരണം ഈ അമേരിക്ക ഉൾപ്പെടെയുള്ളിടത്തേക്ക് കയറ്റുമതി ചെയ്യാൻ വെച്ചിരുന്ന വലിയ ഒരു ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ എങ്ങനെയെങ്കിലും വിറ്റഴിക്കണം. അതിന് ഏറ്റവും പറ്റിയ വിപണി ഇന്ത്യയാണ്. അവിടെ ഡിസ്കൗണ്ട് കൊടുത്താൽ ഇന്ത്യൻ കമ്പനികൾ വാങ്ങും. അതാണ് ചൈനീസ് കമ്പനികൾ ആലോചിക്കുന്നത്. ചൈനീസ് കമ്പനികൾ ആലോചിക്കുന്ന മറ്റൊരു കാര്യം, വില കുറവോടുകൂടി കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ മാത്രമാണ് വിറ്റഴിക്കാൻ കഴിയുന്നത്. അത് കൂടുതൽ നേട്ടം തങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്നും ചൈനീസ് കമ്പനികൾ കരുതുന്നു. ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് അവർ തരുന്ന ഡിസ്കൗണ്ടിനനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേർ ഈ ചൈനീസ് സാധനങ്ങൾ വാങ്ങും എന്ന് ഇന്ത്യൻ കമ്പനികൾക്കും അറിയാം. ഏതായാലും പഴയ ആ ചൈന ഭ്രമം തിരിച്ചു വരുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ കുറച്ചൊക്കെ കൂടി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. അവർ ആ പ്രൈസിൻ്റെ കുറവ് മാത്രമല്ല, ക്വാളിറ്റി കൂടി ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഏതായാലും ഈ ഫ്രിഡ്ജിനും TVക്കും ഒപ്പം തന്നെ സ്മാർട്ട് ഫോണിനുമൊക്കെ വില കുറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ചൈനീസ് പ്രേമികളെയൊക്കെ വലിയ ആനന്ദത്തിൽ ആറാടിച്ചിരിക്കുകയാണ്. ഏതായാലും ആരും തിരക്ക് കൂട്ടരുത്, ഇഷ്ടം പോലെയുണ്ട്. ഇനിയും ചൈനീസ് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങോട്ട് തന്നെ വരുമെന്നാണ് ചൈനയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.